ഒന്നൊന്നായി തലവേദനകൾ ഇസ്രായേൽ തീർത്തോണ്ടിരിക്കുക. ഹമാസ്, ഹിസ്ബുള്ളൊക്കെ. ഇപ്പൊ ഏറ്റവും ഒടുവിലത്തെ ഹൂത്തികളുടെ തലവേദന ഒരു രക്ഷയില്ലല്ലോ. ഇങ്ങനെ പോയാൽ ഇസ്രായേൽ എന്തായിരിക്കും അടുത്ത സ്റ്റെപ്പ് എടുക്കുക? ഇസ്രായേൽ ഇറാനെ ആക്രമിക്കും. ഇറാനെയോ? കാരണം നമ്മൾ ഇന്നലെ നീസെറ്റ് എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ പാർലമെൻറ്റാണ്. പാർലമെൻറ്റിലെ സുരക്ഷാ കാര്യ യോഗം നടന്നിരുന്നു. സുരക്ഷാ മന്ത്രിസഭ സുരക്ഷാ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ. ഇപ്പോഴത്തെ മന്ത്രിസഭ എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള മന്ത്രിസഭയാണ്, യുദ്ധകാര്യ മന്ത്രിസഭയാണല്ലോ. നെതന്യാഹുവിൻ്റെ സർക്കാരിൽ പ്രതിപക്ഷ പാർട്ടികൾ, നാഷണൽ യൂണിറ്റി പാർട്ടി, ലിക്വിഡ് പാർട്ടിയാണ് നെതന്യാഹുവിൻ്റെ പാർട്ടി. നാഷണൽ യൂണിറ്റി പാർട്ടി, അതായത് ബെന്നി ഗാൻസിൻ്റെ പാർട്ടിയാണ്, ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഭരിക്കുന്നുണ്ട്. പക്ഷേ അതിലെ ചർച്ചകളിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് സുരക്ഷാ മന്ത്രിസഭാ യോഗം ഇന്നലെ നടന്നു. അപ്പോൾ ഡേവിഡ് ബാർണിയ അറിയാമോ? മൊസാദിൻ്റെ തലവനാണ്. ഡേവിഡ് ബാർണിയ ഇന്നലത്തെ സുരക്ഷാ മന്ത്രിസഭാ യോഗത്തിൽ ഒരാവശ്യം ഉന്നയിച്ചു എന്ന് ചാനൽ 12 റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഓരോന്നോരോന്നായി പ്രശ്നങ്ങൾ തീർക്കുകയാണ്. ഇറാനെ റെഡിയാക്കി, സിറിയ നമ്മൾ പിടിച്ചെടുത്തു, ഭീഷണി ഉണ്ടാവില്ലെന്നായി. ലെബനോൺ റെഡിയാക്കി, ഗാസ ക്ലീൻ ചെയ്തു. അപ്പോൾ യമനിൽ നിന്ന് ഹൂതികൾ വരും. അപ്പോൾ ഇങ്ങനെ വീണ്ടും 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 തലവേദനകൾ ഉണ്ടായി വരുമ്പോൾ അതിന് ശാശ്വതമായ പരിഹാരം വേണമെന്ന് മൊസാദ് തലവൻ ആവശ്യപ്പെട്ടു. ഡേവിഡ് ബാർണിയ ആവശ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞ വാചകം ചാനൽ 12 റിപ്പോർട്ട് ചെയ്യുന്നത്, ഒരു പാമ്പിൻ്റെ വാലിട്ടടിച്ചിട്ട് കാര്യമില്ല, അതിൻ്റെ തലക്കടിക്കണം. മനസ്സിലായോ? അതിൻ്റെ തലയിരിക്കുന്നത് ഇറാനിലാണ്, ടെഹ്റാനിലാണ് എന്ന് മൊസാദ് ആവശ്യപ്പെട്ടു. അപ്പോൾ അത് വളരെ പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻ്റ് എന്ന് മാത്രമല്ല, രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു വസ്തുതയാണ്. അതോടൊപ്പം തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ച് മൊസാദ് പറയുന്ന ഒരു കാര്യം ഇസ്രായേലിലെ സർക്കാരിന് അങ്ങനെ ഒഴിവാക്കാൻ കഴിയില്ല. കാരണം ഇസ്രായേൽ സർക്കാരിൻ്റെയും ഇസ്രായേൽ സേനയുടെയും പ്രവർത്തനങ്ങളെ ആകെ സഹായിക്കുന്ന തരത്തിൽ ലോകത്തെമ്പാട് നിന്നും ഇൻപുട്സ് എടുത്ത്, വിവരങ്ങൾ ശേഖരിച്ചും സർക്കാരിൻ്റെ താല്പര്യാർത്ഥം വിവിധ രാജ്യങ്ങളിൽ വരെ ചെന്ന് സർക്കാരിന് വേണ്ടി അല്ലെങ്കിൽ ഇസ്രായേലിന് വേണ്ടി ഓപ്പറേഷൻസ് നടത്തുകയും ചെയ്യുന്ന ആരാണ്? മൊസാദാണ്. അപ്പം മൊസാദ് പറയുകയാണ്, ഈ പ്രശ്നം ഇങ്ങനെയൊന്നും തീരത്തില്ല, നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്ന പാമ്പിൻ്റെ വാലിലാണ്, ഇനി തലക്കടിച്ചാലേ പ്രശ്നം തീരുള്ളൂ എന്ന് പറയുമ്പോൾ അതിനെ സുരക്ഷാ മന്ത്രിസഭാ യോഗത്തിന് തള്ളാൻ കഴിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഇനിയിപ്പോൾ നിരന്തരം ഇങ്ങനെ ഒന്നിന് പിന്നാലെ ഈ തലവേദനകൾ ഒഴിയുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ഇത് കഴിയുമ്പോൾ അടുത്തത്, ഈ ചിലപ്പോൾ ജോർദാൻ എന്തൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഈജിപ്റ്റ്. ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, നാളെ ഇങ്ങനെയൊക്കെ വന്നുകൊണ്ടിരുന്നാൽ എന്ത് ചെയ്യും? കാരണം ഇവർക്കൊക്കെ ഫ്യൂവൽ ചെയ്യുന്ന, ഇന്ധനം കൊടുക്കുന്ന, പണം കൊടുക്കുന്ന ശക്തി ഇറാനാണ്. ശരിക്കും ഇറാൻ്റെ ഒരു തന്ത്രമല്ലേ ഇത്? കാരണം ആദ്യം ഹമാസിനെ മുന്നിലേക്ക് നിർത്തുന്നു, ഹമാസിനെ തീർത്ത് ഗസയും വെസ്റ്റ് ബാങ്കും ക്ലിയർ ആക്കുന്നു. അപ്പോൾ അടുത്ത ഹിസ്ബുള്ള വരുന്നു, ഹിസ്ബുള്ളയെ തീർക്കുമ്പോൾ അടുത്ത ആൾ വരുന്നു. അപ്പോൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഈ തീവ്രവാദ സംഘടനകളെ അണിനിരത്തുന്നത് ഈ ഇറാൻ്റെ ഒരു ഫണ്ടും തന്ത്രവുമാണ്. അത് തന്നെയാണ് ഇസ്രായേലിനെ നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. അവർക്കിപ്പോഴും ഇപ്പം ഏതൊരു രാജ്യത്താണേലും നിരന്തരം ഇങ്ങനെ യുദ്ധം വന്നുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾക്ക് വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാവും. പക്ഷേ ഇസ്രായേലികൾ അത് ട്രെയിൻഡാണ്, അവരത് ഫേസ് ചെയ്യാൻ തയ്യാറാണ്. അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് യുദ്ധം എന്ന് വരുന്നത്. കാരണം അവരത്രമാത്രം നരകിച്ച് ലോകത്തെമ്പാടും ചിതറിക്കപ്പെട്ട ഒരു ജനതയാണ്. അവരുടെ രാജ്യം തിരിച്ചു കിട്ടുന്നതിന് പോലെ അവരെ ചതിച്ച് പണം കൊടുത്ത് വാങ്ങേണ്ടി വന്നു. പണം കൊടുത്ത് വാങ്ങിയ ഭൂമി തന്നെ ഏറ്റവും ഊഷരമായ ഒരു ഭൂമിയാണ് അവർക്ക് കിട്ടിയത്. അവിടെ അവർ സ്വന്തം അധ്വാനം കൊണ്ട്, രക്തവും വിയർപ്പും കൊണ്ട് രാജ്യം പടുത്തുയർത്തി വന്നപ്പോൾ ആ രാജ്യം പിറന്നതിൻ്റെ പിറ്റേ ദിവസം അറബ് രാജ്യങ്ങൾ ഒരുമിച്ച് അവരെ ആക്രമിക്കുന്നു, അവിടെ അവർ ജയിക്കുന്നു. അങ്ങനെ 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 അതിജീവിച്ച് വരുന്ന ഇവരെ ജീവിക്കാനേ സമ്മതിക്കില്ല എന്ന് വാശി പിടിക്കുന്ന ഒരു ശക്തിയെന്നും ലോകത്തുള്ളൂ. അപ്പോൾ സമാധാനം ഒരിക്കലും ഇസ്രായേൽ ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു ശക്തി ഉള്ളൂ, അത് ഇറാനാണ്. വേണമെങ്കിൽ നമുക്ക് അറബ് രാജ്യങ്ങൾ അവർ സൈഡിലേക്ക് മാറി, അവർക്ക് കൈപൊള്ളി. അറബ് യുദ്ധത്തിൽ അവർ പരാജയപ്പെട്ടു. സിനായി അടക്കം ഗോലാൻ കുന്നുകൾ അടക്കമുള്ള സ്ഥലങ്ങളൊക്കെ അവർക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ അവർക്ക് വലിയ നഷ്ടമുണ്ടായി. അതുകൊണ്ട് അവരിനി ഈജിപ്ത് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊന്നും ഞങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നു. എന്നാൽ പലസ്തീനികളെ സഹായിക്കാൻ, ഈ മതത്തിൻ്റെ പേര് പറഞ്ഞാൽ സഹായിക്കാൻ ഏറ്റവും ബാധ്യത ഉണ്ടെന്ന് ചിലരൊക്കെ കരുതുന്ന രാജ്യങ്ങൾ ഗൾഫ് രാജ്യങ്ങളാണ്. സൗദി അറേബ്യയോ UAE ഒക്കെ. അവർക്കും ഇതിൽ താല്പര്യമില്ല, അവർ മാറി നിൽക്കുകയാണ്. പിന്നെ ആകെ ഇറാനെ സംബന്ധിച്ചിടത്തോളം, ഇറാന് സുന്നി പലസ്തീനികളുടെ ഒരു താല്പര്യമില്ല. അവർ ഷിയാണ്, ഇവർ തമ്മിൽ കൊല്ലാൻ നടക്കുന്നവരാ. ഇപ്പം നമ്മൾ കണ്ടില്ലേ, ജർമ്മനിയിൽ സ്ഫോടനം നടത്തി, ക്രിസ്മസ് പാർക്കിൽ, ക്രിസ്മസ് ചന്തയിൽ സ്ഫോടനം നടത്തി. എന്നിട്ട് അയാൾ എക്സ് മുസ്ലിം ആണെന്ന് അവകാശപ്പെടുന്നു. പക്ഷേ സൗദി അറേബ്യ പറഞ്ഞു ഇയാൾ എക്സ് മുസ്ലിം ഒന്നുമില്ല, ഇയാൾ ഷിയയാണ്, ഷിയ ഭീകരനാണ്, ഇവനെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് 3-4 തവണ സൗദി അറേബ്യ ജർമ്മനിക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. സൗദി പറയുന്നു, വേറെ ആരുമല്ല, സൗദി അറേബ്യ പരസ്യമായി പറഞ്ഞു ഞങ്ങൾ വാൺ ചെയ്തതാണ്, ഇവൻ കുഴപ്പക്കാരനാണ്, ഇവൻ ഈ നാട്ടിൽ നിന്ന് പോയതാണ്.
ഇവനെ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പിടിച്ചിങ്ങോട്ട് ഞങ്ങൾക്ക് ഇതാ, ഇവൻ ഷിയ തീവ്രവാദിയാണ് എന്ന് പലതവണ മുന്നറിയിപ്പ് കൊടുത്തിട്ടും ജർമ്മനി അനുസരിച്ചില്ലെന്ന് സൗദി അറേബ്യ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഷിയകൾക്ക് സുന്നിയോടൊരു സ്നേഹമില്ലല്ലോ. ഇല്ല. അപ്പോൾ ആ ഷിയകൾ പിന്നെ എന്തിനാണ് ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നത്? അപ്പോൾ അവർക്ക് ലോകത്ത് മുസ്ലിങ്ങളുടെ ഒരു പ്രശ്നം വന്നാൽ ഞങ്ങളെ ഉള്ളൂ സഹായിക്കാൻ എന്ന് ഷിയ രാജ്യമായ ഇറാൻ ഭാവിക്കുക. എന്നിട്ട് ഷിയകളാണ് യഥാർത്ഥ ഇസ്ലാമിൻ്റെ രക്ഷകരെന്ന് ഭാവിച്ച് ഷിയയുടെ എണ്ണം കൂട്ടുക. ഇങ്ങനൊരു അജണ്ട ഇറാനുണ്ട്. അപ്പോൾ ഈ ഷിയ തീവ്രവാദം വളർത്തുക, അല്ലെ ഷിയ മുസ്ലിങ്ങളുടെ എണ്ണം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയല്ലേ കഴിഞ്ഞ കുറേ 10-40 വർഷമായിട്ട് ഈ ഇറാനിൽ എണ്ണ വിറ്റിട്ടുന്ന പൈസ മുഴുവൻ കൊണ്ടുവരും ഇത്തരം തീർച്ചയായും അല്ലെ? ആ നാട്ടിലൊരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാകുന്നില്ല, വിദ്യാഭ്യാസം. ഇബ്രാഹിം റൈസി പോയ വിമാനം പോലും 30-40 വർഷം പഴക്കമുള്ള വിമാനമായിരുന്നു. അതുപോലെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഇപ്പം മൊസാദ് ഇങ്ങനെ പറയുകയാണ്, ഇതിന് ശാശ്വത പരിഹാരം വേണമെങ്കിൽ പാമ്പിൻ്റെ തലക്കടിക്കണം. അത് മൊസാദ് മാത്രമല്ല, ബെന്നി ഗാൻസ് നാഷണൽ യൂണിറ്റി പാർട്ടിയുടെ നേതാവ് ഇന്നലെ പാർലമെൻറ്റ് നീസെറ്റിൽ പ്രസംഗിച്ചതൊക്കെ കേൾക്കണം. അതായത് ഈ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെങ്കിൽ അതിൻ്റെ സ്വിച്ച് ഇരിക്കുന്നത് ടെഹ്റാനിലാണ്. ആ സ്വിച്ച് നമ്മൾ തകർക്കണം. ആ സ്വിച്ചാണ് നമ്മൾ ഓഫ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, ബെന്നി ഗാൻസ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. ഇപ്പോൾ ഈ മേഖലയിൽ തന്ത്രപരമായ മേൽക്കൈ ആർക്കുണ്ട്? ഇസ്രയേലിനുണ്ട്. ഇസ്രയേൽ ജയിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് അത് ക്യാപിറ്റലൈസ് ചെയ്യാനുള്ള ഏറ്റവും ശരിയായ ചരിത്രപരമായ ദൗത്യം, കടമ ഇപ്പോൾ നിർവഹിക്കണം. അപ്പോൾ തന്ത്രപരമായി ആ മേഖലയിലുള്ള മേൽക്കൈ ഉപയോഗിക്കണം. അതുകൂടാതെ ഇറാൻ ഇപ്പോൾ ഒരു ആണവശേഷി കൈവരിക്കുന്നതിനെ തൊട്ടടുത്ത് നിൽക്കുകയാണെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 60% വരെ എൻറിച്ച്ഡ് ആയിട്ടുള്ള യുറേനിയം അവരുടെ കയ്യിലുണ്ട്. അത് വളരെ പെട്ടെന്ന് 90%-ലേക്ക് എത്തിക്കുകയും 2-3 ബോംബുകൾ ഉണ്ടാക്കാവുന്ന നിലയിലേക്ക് മാറ്റുന്നുണ്ട്, മാറിക്കൊണ്ടിരിക്കുകയാണ് ഇറാൻ. അതുകൊണ്ട് ലോകത്ത് ഇസ്രായേലിൻ്റെ കാര്യത്തിൽ മാറ്റമുണ്ട്. ലോകത്ത് ട്രംപ് വരുന്നത് കൂടി വലിയൊരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം കൂടെ വിനിയോഗിച്ച് ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാൻ്റെ ന്യൂക്ലിയർ ശേഷി തടയണം. അതിനു വേണ്ടിയിട്ട് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ളത് ആക്രമിച്ച് ഇറാനെ തകർക്കണമെന്ന് പ്രതിപക്ഷ പാർട്ടിയും പാർലമെൻറ്റിൽ ആവശ്യപ്പെടുന്നു. ഇപ്പോൾ ആയത്തുള്ള അലി ഖമനേയി നേതൃത്വം നൽകുന്ന മത നേതൃത്വത്തിനെതിരെ ഇറാനുള്ളിൽ തന്നെ ആഭ്യന്തരമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് ആ മത നേതൃത്വത്തെ വേണ്ട. അതുകൊണ്ടല്ലേ ഈ നെതന്യാഹു പറയുന്നത്, ഞാൻ നിങ്ങളെ സംരക്ഷിക്കാം, നിങ്ങൾക്ക് ഒരു സ്വതന്ത്ര അധികാരമുള്ള ഒരു ഭരണകൂടത്തെ കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ ഇറാൻ ജനത അത് കൈനീട്ടി സ്വീകരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവസാന അറ്റംപ്റ്റ് എന്ന നിലയിൽ ഇറാൻ ഈ ഹൂത്തികളെ ഉപയോഗിച്ച് ഇസ്രായേലിനെ ആക്രമിക്കാൻ ശ്രമിക്കണം. ഇസ്രായേലിനെ ഹൂതികളെ കൊണ്ട് ആക്രമിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അറിയാം. ഹൂതികൾക്ക് അതിനുള്ള ശേഷി അല്ല, അവസാനം കാരണം ഇറാനിലൊരു അസ്വസ്ഥത ഉണ്ടാക്കുക. അവർ ശ്രമിക്കുന്ന നിരന്തരം ഇസ്രായേലിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നു. മാത്രമല്ല, രാഷ്ട്രീയമായി നെതന്യാഹുവിന് എതിരെയുള്ള ഒരു വികാരം അവിടെയുണ്ട്. അദ്ദേഹം ജുഡീഷ്യറിയിലേക്ക് ഇടപെടുകയും ചില അഴിമതി കേസുകൾ ഉണ്ടാവുകയൊക്കെ ചെയ്ത് ചില പ്രശ്നങ്ങൾ, പ്രതിപക്ഷം അതിശക്തമായ നിലപാടെടുക്കുന്ന സമയത്താണ് യുദ്ധം വന്ന് വീഴുന്നത്. അതുകൊണ്ടാണ് ഇപ്പം നെതന്യാഹു തുടരുന്നത്. ഒരു പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ ചിലപ്പോൾ നെതന്യാഹു ജയിക്കുമോ ഇല്ലയോ എന്ന് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇറാൻ ആഗ്രഹിക്കുന്നത് ഇസ്രായേലിൽ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടാകുക, ജനങ്ങളുടെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കിയിട്ട് ഇസ്രായേലിനെ ഒന്ന് അസ്ഥിരപ്പെടുത്താൻ നോക്കുക. ഏത് സർക്കാർ വന്നാലും എന്നും യുദ്ധം, എന്തൊരു കഷ്ടപ്പാടാണ്, ഇത് നെതന്യാഹുവിൻ്റെ കുഴപ്പമാണ്, ഇതൊന്ന് അവസാനിപ്പിക്കണം എന്നൊക്കെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്ന തരത്തിലൊരു സൈക്കോളജിക്കൽ വാർ കൂടിയാണ്. നിരന്തരം എല്ലാ ദിവസവും ആക്രമണം കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും ഇത് അവസാനിച്ച് കിട്ടിയാൽ മതി എന്ന് വിചാരിക്കുമല്ലോ. അതിന് പറ്റുമെന്നാണ് ഇറാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇറാൻ്റെ അവസ്ഥ അതിലും ഭീകരമാണ്. ഇന്നലെ നമ്മൾ എനിക്കൊന്ന് സിനുവും രാമേന്ദ്ര സാറുമാണെന്ന് തോന്നുന്നു സംസാരിച്ചില്ലേ, ഇറാൻ്റെ അവസ്ഥ വളരെ മോശമാണ്. വൈദ്യുതി ഇല്ല, ഡീസലില്ല, ഇറാൻ നിശ്ചലമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ധനക്ഷാമം, ഊർജ്ജക്ഷാമം വലിയ പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൻ്റെ വിവരങ്ങൾ ഇപ്പോഴൊക്കെയാണ് പതുക്കെ പുറത്തു വരുന്നത്. ഇറാൻ്റെ നടുവൊടിഞ്ഞ് കിടക്കുകയാണ്. ഇതൊന്നും പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് അതൊക്കെ പതുക്കെ ജനങ്ങൾ വല്ലാതെ അസ്വസ്ഥരാണ്. മാത്രമല്ല, ഷാ ഭരണകൂടത്തിൻ്റെ ഇപ്പോഴത്തെ പ്രതിനിധി അമേരിക്കയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്ഥാനം വന്നിരുന്നു, എത്രയും പെട്ടെന്ന് ഇറാനിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടട്ടെ. അപ്പോൾ ഷാ പഹ്ലവി രാജവംശത്തിൽപ്പെട്ട ആളാണ്, അടുത്ത തലമുറയിൽപ്പെട്ട ആളാണ്. ഇപ്പോൾ അയാളുടെ മകൻ, ഷായുടെ മകനാണിപ്പോൾ US താമസിക്കുന്നത്. അദ്ദേഹം തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഷാ ഭരണകൂടത്തിൻ്റെ കാലത്ത് ഇറാനിൽ നമ്മൾ ഇന്ന് വിചാരിക്കുന്ന പോലെയല്ല, ഒരു പാശ്ചാത്യ രാജ്യം പോലെയായിരുന്നു ഇറാൻ. മദ്രസകൾ നിരോധിച്ചിരുന്നു, മതപഠശാലകൾ നിരോധിച്ചിരുന്നു, ജനങ്ങൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു. അവർക്ക് സംഗീതം, സിനിമ എല്ലാം ഉണ്ടായിരുന്നു. അത് ഞാൻ പറയുന്നതല്ല. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വ്യാപകമാക്കി, സാർവത്രികമാക്കി, ലോകത്തിലെ ഏത് യൂറോപ്യൻ രാജ്യത്തെ പോലുമായിരുന്നു ഇറാൻ. അതിനെയാണ് ഈ മുല്ലപ്പൂ വിപ്ലവം എന്നൊക്കെ പറഞ്ഞിട്ട് അട്ടിമറിച്ച് അയത്തുള്ളമാരുടെ കീഴിൽ
കമ്മ്യൂണിസ്റ്റുകാരൊക്കെ കൂടി കേട്ടോ. കമ്മ്യൂണിസ്റ്റുകാരും മുസ്ലിം ശക്തികളും ചേർന്ന്, ഇറാനിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കാലത്ത് ലോകപ്രസിദ്ധമായിരുന്നു. കമ്മ്യൂണിസ്റ്റുകളും മുസ്ലിമുകളും ചേർന്നിട്ടാണ് ഷാ ഭരണകൂടത്തെ അട്ടിമറിച്ചത്. അങ്ങനെ അയത്തുള്ളമാരുടെ ഭരണം തുടങ്ങി. അവരാദ്യം ചെയ്തതെന്നറിയോ? ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെയൊക്കെ കൊന്നു കളഞ്ഞു. സപ്പോർട്ട് ചെയ്തു വരെ. ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ്. നമ്മൾ അഫ്ഗാനിസ്ഥാനെ നോക്കൂ. അഫ്ഗാനിസ്ഥാനിൽ ഇസ്ലാമിക ഭരണം വന്നപ്പോൾ ആദ്യം ചെയ്തത് എന്താ? കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ അട്ടിമറിച്ചു, കൊന്നു, നേതാക്കന്മാരെ എല്ലാം കൊന്നിട്ട് അഫ്ഗാൻ പ്രസിഡന്റിനെ കൊന്ന് വിളക്ക് കാലിൽ കെട്ടിത്തൂക്കി. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകളിൽ ലോകത്തെമ്പാടും ഇസ്ലാമിൻ്റെ കൂടെ നിൽക്കും. പക്ഷേ ഇസ്ലാമിക ഭരണം വന്ന ആദ്യം തട്ടുന്നത് കമ്മ്യൂണിസ്റ്റുകളെ ആയിരിക്കും. ഇത് ഇറാനിൽ കെട്ടതാണ്. അപ്പോൾ ഇറാനിൽ ജനങ്ങൾ വല്ലാതെ അസ്വസ്ഥരാണ്. ഈ അടുത്തിടയ്ക്കും ഒരു പെൺകുട്ടി കണ്ടില്ലേ, യൂണിവേഴ്സിറ്റിയുടെ അവിടെ അവൾ വസ്ത്രങ്ങൾ ഉരിഞ്ഞ് പ്രതിഷേധിച്ചു. മെക്സായുടെ കഥ നമുക്കറിയാം. ആ സ്ത്രീയെ തലമുടി പുറത്ത് കണ്ടു എന്നതിൻ്റെ പേരിൽ കൂടം കൊണ്ട് തലക്കടിച്ചാണ് പോകുന്നത്. പ്രതിഷേധിച്ച യുവതികളെയൊക്കെ പിടിച്ചെടുത്ത് കണ്ണ് ചൂഴ്ന്നെടുക്കുന്നവരെയുള്ള ക്രൂരതയൊക്കെ ഇറാനിൽ നടന്നു. അപ്പോൾ അങ്ങനെയുള്ള ഇറാൻ ഒരു പ്രാകൃത കാലത്തേക്ക് തിരിച്ചുപോയി ഷാമാർക്ക് ശേഷം. അപ്പോൾ ഒരുപക്ഷെ ഈ ഇസ്രയേലിൻ്റെയും ട്രംപിൻ്റെയും അജണ്ട തീർച്ചയായും ഇറാനെ രാഷ്ട്രീയമായി അസ്ഥിരപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ, നിലവിലുള്ള മതഭരണകൂടം ഇല്ലാതായാൽ മാത്രമേ ഇറാൻ അമേരിക്കയ്ക്കും മിഡിൽ ഈസ്റ്റിനും ഇസ്രയേലിനും ഭീഷണിയല്ലാതെ മാറത്തുള്ളൂ. അതുകൊണ്ട് അതിനുള്ള ഒരു നീക്കമൊക്കെ ഒരുപക്ഷെ ട്രംപിൻ്റെ കാലത്ത് നടന്നേക്കാം. അങ്ങനൊരു നീക്കം ഉണ്ടായാൽ, അങ്ങനെ നിലവിലുള്ള അയത്തുള്ള ഖൊമനിമാരുടെ സർക്കാരിനെ അട്ടിമറിക്കാനുള്ളൊരു നീക്കം ഉണ്ടായാൽ ജനങ്ങൾ വലിയ തോതിൽ സഹകരിക്കും. ജനങ്ങളിപ്പോൾ പേടിച്ചിട്ടാണ്. കാരണം അവർക്ക് സൈനിക ശേഷിയുണ്ട്. പട്ടാളം അറിഞ്ഞ് വെടിവെച്ചാൽ ജനത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവർ പേടിച്ചിട്ടിരിക്കുക. പക്ഷേ ഈ സർക്കാരിനെ, അയത്തുള്ള സർക്കാരിനെ അട്ടിമറിക്കാൻ പോകുന്ന ഒരു സൈനിക ഇടപെടലുണ്ടായ ജനമായ സൈന്യത്തിനോട് നിൽക്കും. ഇനി ഇസ്രായേൽ കയറി അവിടേക്ക് ആക്രമിച്ചാൽ ഇറാനിലെ ജനങ്ങൾ ആരോട് നിൽക്കും? ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കും. അവർക്ക് ഈ മുടിഞ്ഞ പണ്ടാരടക്കാലൻ്റെ സർക്കാരൊന്ന് പോയിട്ട് ജനാധിപത്യം വരണമെന്ന് നേതൃത്വത്തെ കൊണ്ട് പൊറുതിമുട്ടി. അവർ കാണുന്നുണ്ട് 10-40 വർഷങ്ങൾക്ക് മുമ്പ്, 50 വർഷങ്ങൾക്ക് മുമ്പ് 70കളിൽ എങ്ങനെയായിരുന്നു ഞങ്ങളുടെ മുൻ തലമുറക്കാർ ജീവിച്ചിരുന്നത്? സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു ശ്വസിച്ച് ലോകത്തിലെ ഏറ്റവും മികച്ച രാജ്യങ്ങളിലൊന്നായി. പഴയ പേർഷ്യയാണ് ഇറാൻ, അറിയാലോ. നമ്മൾ പേർഷ്യക്ക് പോകാന്നൊക്കെ അത് ഗൾഫൊന്നുമല്ല, പേർഷ്യ എന്ന് പറഞ്ഞാൽ ഇറാനാണ്. അത്ര സമ്പന്നമായ രാജ്യമായിരുന്നു ഇറാൻ. അതിൻ്റെ പ്രൗഢിയിൽ, അതിൻ്റെ ഗരിമയിലേക്ക് ഇറാൻ തിരിച്ചു വരണമെന്ന് അവിടുത്തെ ജനങ്ങൾ, അവരുടെ അച്ഛന്മാരും മുത്തച്ഛന്മാരും ഒക്കെ പറഞ്ഞ കഥകൾ കേട്ട് വളരുന്നവരാണ് ഇന്നത്തെ ഇറാനിയൻ ചെറുപ്പക്കാർ. അവർ സോഷ്യൽ മീഡിയ ഒക്കെ രഹസ്യമായിട്ടാണെങ്കിലും ഉപയോഗിക്കുന്നുണ്ട്. അവർ ലോകം കാണുന്നുണ്ട്. പക്ഷെ അവർക്ക് ലോകത്തിലേക്കുള്ള വാതിലുകൾ തുറക്കാൻ ഈ കിരാത മതഭരണകൂടം സമ്മതിക്കുന്നില്ല. അതിനെ ഒന്ന് അസ്ഥിരപ്പെടുത്താൻ ആരെങ്കിലും വന്നാൽ ഈ ജനം അവരോട് നിൽക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു മൊസാദിൻ്റെ ഈ നിർദ്ദേശം ഇസ്രയേൽ മന്ത്രിസഭയ്ക്ക് തള്ളാൻ കഴിയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മൊസാദിൻ്റെ തലവൻ ഇന്നലെ സുരക്ഷാ മന്ത്രിസഭാ യോഗത്തിൽ വിശദീകരിച്ചു എന്നാണ് പറയുന്നത്. ഹിസ്ബുള്ളയുമായിട്ട് എന്തുകൊണ്ടാണ് ഒരു വെടിനിർത്തൽ ഉണ്ടാക്കാൻ കഴിഞ്ഞതെന്ന് ആലോചിക്കുമ്പോൾ അതിന് പ്രധാനപ്പെട്ട കാരണം ഇറാൻ പറഞ്ഞു, വെടിനിർത്തൽ ഉണ്ടാക്കാൻ പറഞ്ഞു. കാരണം ഇറാൻ ഇനി ഹിസ്ബുള്ളയെ അങ്ങനെ സഹായിച്ച് നിൽക്കാൻ വയ്യ. കാരണം അതിനുള്ള കാരണമാണ് പ്രധാനം. അത് വളരെ ശ്രദ്ധേയമാണ്. കാരണം ഇറാൻ നേതൃത്വം ഭയപ്പെടുന്നു, ഏതു നിമിഷവും ഇസ്രയേൽ ആക്രമിക്കും. അങ്ങനൊരു ഭയം, ആ ഭയത്തിൽ നിൽക്കുകയാണ് ഇറാൻ്റെ ഭരണകൂടം. ആ സമയത്ത് ഞങ്ങൾക്ക് ഹിസ്ബുള്ളയെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ ആയുധങ്ങളും ഫണ്ടും കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ആകെ തകർന്നു കിടക്കുകയാണ്. അതിനിടയ്ക്ക് ഇസ്രായേലിൻ്റെ ഒരു ആക്രമണം ഉണ്ടായാൽ അതിനെ ചെറുക്കാൻ എങ്ങനെ ചെറുക്കണമെന്നറിയാതെ പേടിച്ച് ഭയന്ന് കഴിയുകയാണ് ഇറാൻ്റെ ഭരണകൂടമെന്ന് അവർ പറയുന്നു. ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ട്രംപും കൂടെ വരികയും ചെയ്തു. അതിനിടയ്ക്ക് മറ്റൊരു സംഭവം ഉണ്ടായി, നമ്മൾ ഓർക്കുന്നില്ലേ? നവംബർ 5 അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മുമ്പ് ഈ ഖമനേയി എന്ന് പറയുന്ന ഈ മതഭീകരൻ, വൃദ്ധരാക്ഷസൻ, അയാൾ പറയുണ്ടായി, ഇറാഖിലെ ഞങ്ങളുടെ പ്രോക്സികളെ, ഷിയ തീവ്രവാദികളെ ഉപയോഗിച്ച് ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഓർക്കുന്നില്ലേ? അതെ, ഞങ്ങൾ ആക്രമിക്കും. പക്ഷേ ഒന്നും നടന്നില്ല, അവരാക്രമിച്ചില്ല. അവരിപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്, ഇനി ഞങ്ങൾ ഇസ്രായേലിനെതിരെ യുദ്ധത്തിനില്ല എന്ന്. ഇറാഖിലെ ഷിയ മിലിഷ്യയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഡ്രോണൊക്കെ അയക്കുന്നു, ആ പരിപാടി നിർത്തി, ഇനി ഞങ്ങളില്ല. ആർക്ക് വേണ്ടി? ഇറാന് വേണ്ടി കൂലിപ്പട്ടാളമായി പ്രവർത്തിച്ച് ഇസ്രായേലിൻ്റെ വെടികൊണ്ട് ചാവാൻ. അപ്പോൾ ഇറാൻ കൊടുത്ത പണവും ആയുധങ്ങളും ഒക്കെ ഇനി ഉപയോഗിക്കുന്നില്ല. ഞങ്ങൾ ഇനി ഇസ്രായേലിനെതിരെ ഒന്നും ചെയ്യാനില്ല, ഡ്രോണുകൾ പോലും അയക്കുന്ന പരിപാടി നിർത്തിയെന്ന് ഇറാഖിലെ ഷിയ തീവ്രവാദികൾ പറഞ്ഞതായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതും ഇറാന് തിരിച്ചടിയാണ്. അപ്പോൾ ഈ മൊസാദ് പറയുന്നത് ഇറാൻ പേടിച്ചരണ്ട് കഴിയുകയാണ്. അപ്പം ചുരുക്കം പറഞ്ഞാൽ ഈ മൊസാദിൻ്റെ നിർദ്ദേശം അനുസരിച്ച് പാമ്പിനെ അടിക്കാൻ ഇസ്രായേൽ എന്നാലും വടിയെടുത്ത്
നാട്ടുകാരെ ജനങ്ങൾ കൊടുക്കില്ല. ഇതാ അടിച്ചോ ചേട്ടാ ഇവൻ അവിടെ ഇരിപ്പുണ്ടെന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് കാര്യം. അപ്പോൾ ഏതായാലും മൊസാദ് ഇങ്ങനെ സർക്കാരിനോട് ആവശ്യപ്പെട്ടത് സർക്കാർ തള്ളുമെന്ന് കരുതാൻ നിവർത്തിയില്ല. ഒരു പക്ഷേ ഏറ്റവും അടുത്ത ദിവസം പുതുവർഷം ആരംഭിക്കുന്നത് അത്തരമൊരു വാർത്തയോട് കൂടിയായിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.